പൊറോട്ട കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചാലോ? അപ്പം പിന്നെ വേറെ മായമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല, നമുക്കതിനെ ഉണ്ടാക്കി കഴിക്കാം. അതും ഇന്നുണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ല, നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കാം. ഏകദേശം നമുക്കൊരു 3 കിലോ മൈദ മാവാണ് എടുത്തിട്ടുള്ളത് പൊറോട്ടയ്ക്ക് വേണ്ടി. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 3 ടീസ്പൂണോളം അടുപ്പിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു കിലോയ്ക്ക് 1.5 ടീസ്പൂൺ എന്നുള്ള കണക്കിൽ നമ്മൾ പഞ്ചസാരയും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളിതൊന്ന് കൈകൊണ്ട് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഉപ്പും പഞ്ചസാര എല്ലാം വേണ്ടതിട്ടുകൊണ്ട് എല്ലാം ഒന്ന് എല്ലാ സ്ഥലങ്ങളിലും ചെല്ലേണ്ടതുകൊണ്ട് ഫുള്ള് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ വേറൊരു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. നമുക്കിത് വെള്ളത്തിൽ കലക്കി ആ വെള്ളം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഏകദേശം എല്ലാത്തിടത്തും അതിൻ്റെ ഉപ്പും പഞ്ചസാരയും എല്ലാം ചെന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ. ഏകദേശം നമ്മൾ 2 കിലോയ്ക്ക് സാധാരണ 5 കപ്പ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നമ്മളൊരു 3 കിലോ എടുത്തതുകൊണ്ട് ഒരു 2 കപ്പും കൂടെ നമ്മൾ എക്സ്ട്രാ അതിനകത്ത് വരും. അത് നോക്കി വേണം ചെയ്യാൻ. ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൂടി പോകും. എന്നിട്ട് നല്ല വൃത്തിയായി നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമ്മൾ ഒരു 2-3 ടീസ്പൂണ് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഒരു കാരണവശാലും നമ്മളിതിനകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. എന്നിട്ട് ഒന്നും കൂടെ നല്ലതായിട്ട് ഇത് കുഴച്ചെടുക്കുമ്പോൾ എത്രത്തോളം മാക്സിമം കുഴച്ചെടുക്കാമോ അത്രത്തോളം കുഴയ്ക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് സോഫ്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. നമ്മൾ ടേബിൾ ടോപ്പിലിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഇതേപോലെ വലിച്ചു നീട്ടി കുഴയ്ക്കണം. ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് അതിൻ്റെ പരുവത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഞെക്കി നോക്കുമ്പോൾ ഇങ്ങനെ അകത്തോട്ട് കയറിപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. അതിനുശേഷം നമ്മളതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയും കൂടെ തൂവണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്. നമ്മളിതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി ഇടുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി ഇതുപോലെ പൊതിഞ്ഞ് വെക്കേണ്ടതാണ്. ഇനി നമ്മളിത് ഒരു 2-3 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമായിരിക്കും നമ്മൾ വീണ്ടും ബോളുകളായിട്ട് തിരിക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം
3 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഓരോ ബോളുകളായിട്ട് തിരിക്കാം. ഇത് ബോളുകൾ തിരിക്കുമ്പോൾ നമ്മളത് അകത്തോട്ട് ഫില്ല് ചെയ്ത് വേണം തിരിക്കാൻ. എയർ ഒട്ടുമില്ലാത്ത രീതിയിൽ വേണം നമ്മൾ തിരിക്കാൻ. ഇങ്ങനെ അകത്തോട്ട് ഫില്ല് ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ ബോളുകളായിട്ട് എടുക്കണം. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഓരോരോ ബോളുകളായിട്ട് ഇത് അകത്തോട്ട് കയറ്റി ഫില്ല് ചെയ്ത് എടുക്കും. നമ്മൾ ഇപ്പോൾ ഇതെല്ലാം ബോളുകളായിട്ട് തിരിച്ച് വെച്ചേക്കാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ കുറേശ്ശെ നമ്മളെല്ലാ ബോളിലും എണ്ണകൾ തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ നമ്മളിതെല്ലാം ബോളുകളായിട്ട് തരംതിരിച്ച് എണ്ണ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കാണ്. ഇതൊരു 15-20 മിനിറ്റ് വരെ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിത് വീശിയെടുക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതിൻ്റെ മുകളിൽ മൂടി വെച്ചേക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മൾ വീശിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് നമ്മൾ വീണ്ടും ഇതേപോലെ വീശിയെടുക്കാൻ പോവാണ്. എണ്ണ തേച്ചതിന് ശേഷം 4 സൈഡും ഇതേപോലെ കൈ കൊണ്ട് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലോട്ട് കുറച്ച് മൈദയുടെ പൊടി ഒന്ന് വിതറി കൊടുക്കണം. അത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് ലെയറായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിന് ശേഷം ഇതേപോലെ ചുരുട്ടി അകത്തോട്ട് മടക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള കണ്ടോണേ. ഇനി നമ്മൾ ഉരുട്ടി വെച്ച ബോൾ എല്ലാം കൂടെ ഇതേപോലെ കൈ വെച്ച് പരത്തി 4 സൈഡ് ഇതേപോലെ നമ്മൾ പരത്തിയിടണം. അതിനുശേഷം നമ്മളിത് ചൂടായ കല്ലിലോട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമ്മളിത് ഒന്ന് അടിച്ചെടുക്കണം. നല്ല ചൂടാണ്.